ടൈം എക്സ്പ്രഷൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ്. ടൈം എക്സ്പ്രഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു ജനറൽ കോണ്ടെക്സ്റ്റിലായാലും ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലായാലും അതല്ലെങ്കിൽ ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റിലായാലും ഒക്കെ വളരെയധികം യൂസ്ഫുള്ളാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവണ്ടേ? അപ്പോൾ എന്തായാലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെസനാണ്. ഈ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ എ ഹാർട്ട് ബീറ്റ്, ഇത് ടൈം ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സ്പ്രഷൻ തന്നെയാണ്. ഇൻ എ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു സെൻറ്റൻസ് പറയാം ആദ്യം. ലൈഫ് ക്യാൻ ചേഞ്ച് ഇൻ എ ഹാർട്ട് ബീറ്റ്. അതിനർത്ഥം ലൈഫ് ക്യാൻ ചേഞ്ച് ഇമ്മീഡിയറ്റ്ലി, ലൈഫ് ക്യാൻ ചേഞ്ച് ഇൻസ്റ്റൻ്റ്ലി എന്നാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ, അതിനധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരാം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതാണ് ലൈഫ് ക്യാൻ ചേഞ്ച് ഇൻ എ ഹാർട്ട് ബീറ്റ്. അപ്പോൾ ഇൻ എ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ്ലി. എറൗണ്ട് ദ ക്ലോക്ക്, ദേ ഡെലിവർ പിസ്സ എറൗണ്ട് ദ ക്ലോക്ക്. എന്നാൽ ഏത് സമയത്തും, അത് രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ല, 24 hours എ ഡേ. അതാണ് എറൗണ്ട് ദ ക്ലോക്ക്. നമുക്കറിയാമല്ലോ എറൗണ്ട് ദ ക്ലോക്ക്. അപ്പോൾ ഏത് സമയത്തും, അതിന് ഒരു ടൈം ഒന്നും ഇല്ല. രാത്രി നമ്മൾ 12 o'clock മിഡ് നൈറ്റ് നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് 24 hours എ ഡേ, എറൗണ്ട് ദ ക്ലോക്ക്. ആസ് വി സ്പീക്ക്, ആസ് വി സ്പീക്ക് എന്നാൽ അറ്റ് ദിസ് മൊമെൻറ്റ്, റൈറ്റ് നൗ, ഇപ്പോൾ, ഈ സമയത്ത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ദേ ആർ സൈനിങ് ദ ഡീൽ ആസ് വി സ്പീക്ക്. ദേ ആർ സൈനിങ് ദ ഡീൽ. അപ്പോൾ സൈനിങ് ദ ഡീൽ, അതായത് ഒരു ഡീൽ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അത് വേറെ എവിടെയെങ്കിലുമാണ്, പക്ഷെ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആസ് വി സ്പീക്ക്. ദേ ആർ സൈനിങ് ദ ഡീൽ ആസ് വി സ്പീക്ക് അറ്റ് ദിസ് മൊമെൻറ്റ്, റൈറ്റ് നൗ, എഗെയിൻസ്റ്റ് ദ ക്ലോക്ക്. Against the clock. We are working against the clock. എന്നാൽ അതിനർത്ഥം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ചില വർക്കുകളൊക്കെ തീർക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ അത് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് നാളെ ആവാം, അതല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം അതിന് വെച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മുടെ വർക്ക് തീർക്കണം എന്നാവുമ്പോൾ സമയം ഇല്ല, അത്രയ്ക്ക് സമയം ഇല്ല എന്നാവുമ്പോൾ നമുക്ക് എന്താ മനസ്സിൽ തോന്നുക? വല്ലാതെ ടെൻസ്ഡ് ആവും നമ്മൾ, അല്ലേ? അതായത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനുണ്ട്, ഇത് തീരുമോ ഇല്ലയോ എന്ന ഒരു സംശയം. ആ രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വർക്കിംഗ് എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറയുന്നത്. എന്തായാലും ആ സമയത്ത് വല്ലാത്ത ടെൻഷനായിരിക്കും മനസ്സിൽ, കാരണം അത് തീരുമോ ഇല്ലയോ എന്ന ഒരു ഉറപ്പ് നമുക്കില്ല. എന്തായാലും ഡെഡ് ലൈൻ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, സമയം ആയിക്കൊണ്ടിരിക്കുന്നു, അത് സബ്മിറ്റ് ചെയ്യേണ്ട. ആ സമയത്താണ് വി ആർ വർക്കിംഗ് എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ടൈമില്ല. അപ്പോൾ ടൈം ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് തന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ എന്നൊരർത്ഥമാണ് അവിടെ വരുന്നത്. അറ്റ് ദ 11th hour. ഇപ്പോൾ ചില കുട്ടികളൊക്കെയുണ്ട്, പഠിക്കില്ല, എക്സാമിന് തലേ ദിവസം വരെ ഒന്നും പഠിക്കാതെ കളിച്ച് നടക്കും. പിന്നെ എന്താ ചെയ്യുക? ലാസ്റ്റ് അവസാന നിമിഷമാകുമ്പോൾ, രാത്രിയാവുമ്പോൾ, പിറ്റേ ദിവസം എക്സാമാണ്, അപ്പോൾ തലേ ദിവസം രാത്രിയാണ് അവർ പഠിക്കാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ധൃതി പിടിച്ചൊരു പഠിത്തമാണ്, ഇല്ലേ? അപ്പോൾ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്തിരിക്കുക, എന്നിട്ട് അവസാന നിമിഷം വർക്ക് ചെയ്യുക. അതാണ് അറ്റ് ദ 11th hour എന്ന് പറയുമ്പോൾ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതിനെയാണ്. ജസ്റ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. ഐ ഫിനിഷ്ഡ് ഇറ്റ് അറ്റ് ദ 11th hour. ഫിനിഷ് ചെയ്തത് ആ ലാസ്റ്റ് മൊമെൻറ്റിലാണ്, ആ ഡെഡ് ലൈൻ കഴിയുന്നതിന് മുൻപ്, അത്രയും ലാസ്റ്റ് ആവുന്ന ആ സമയത്ത് ഞാനത് തീർത്തത്. ജസ്റ്റ് ബിഫോർ ദ ടൈം ലിമിറ്റ്. അപ്പോൾ നമുക്കൊന്നുകൂടി ഒരു 5 എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ, അതൊന്നുകൂടി നമുക്ക് ഒന്ന് റിവ്യൂ ചെയ്യാം. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം വേറൊരു സ്ഥലത്ത് നടക്കുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത്, റൈറ്റ് നൗ, അറ്റ് ദിസ് മൊമെൻറ്റ് എന്ന മീനിങ്ങിൽ ഒരു എക്സ്പ്രഷൻ പഠിച്ചല്ലോ. അതെന്താണ്? ആസ് വി സ്പീക്ക്. ഇമ്മീഡിയറ്റ്ലി, ക്വിക്ക്ലി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു കാര്യം നടക്കുക. ലൈഫിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് പെട്ടെന്നാണ്. അതിന് സമയമൊന്നും വേണ്ട. അതിനൊരു എക്സ്പ്രഷൻ പഠിച്ചത് ഇൻ എ ഹാർട്ട് ബീറ്റ്. ലാസ്റ്റ് മൊമെൻറ്റ്, ഡെഡ് ലൈൻ
അടുക്കുന്നതിൻ്റെ ഡെഡ് ലൈൻ ആവുന്നതിൻ്റെ അടുത്ത സമയത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതും അത് തീർക്കുന്നതും. അതാണ് 11th അവർ. ഒരു ഷോപ്പ് ഏത് സമയത്തും ഓപ്പണാണ്, 24 hours a day. അത് വർക്കിംഗ് ആണ്. അതിനൊരു എക്സ്പ്രഷൻ പഠിച്ചല്ലോ, അറൗണ്ട് ദ ക്ലോക്ക്. ഇനി വല്ലാതെ ടെൻസ്ഡായിട്ട് സമയത്തിന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്യുന്ന ചില വർക്കുകളുണ്ട്. അതായത് ഒട്ടും സമയമില്ല. അതാണ് വർക്കിംഗ് എഗെയിൻസ്റ്റ് ദ ക്ലോക്ക്. എഗെയിൻസ്റ്റ് ദ ക്ലോക്ക്. ഇനി വേറൊരു എക്സ്പ്രഷൻ, അറ്റ് ദ ക്രാക്ക് ഓഫ് ഡോൺ. ഹി വോക്ക് അപ്പ് അറ്റ് ദ ക്രാക്ക് ഓഫ് ഡോൺ എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റത് വെരി ഏർലിയാണ്, വളരെ നേരത്തെയാണ്. മോർണിംഗ് ആവുന്നതിന് മുൻപ്, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപെയാണ്. അപ്പോൾ അത് ചിലപ്പോൾ അത് 5 o'clock ആകാം, അതല്ലെങ്കിൽ 5:30 ആവാം, അതല്ലെങ്കിൽ 4 o'clock ആവാം. വെരി ഏർലി എന്ന മീനിങ് ആണത്. ഹി വോക്ക് അപ്പ് അറ്റ് ദ ക്രാക്ക് ഓഫ് ഡോൺ എന്ന് പറഞ്ഞാൽ ഹി വോക്ക് അപ്പ് വെരി ഏർലി. ഹി വോക്ക് അപ്പ് അറ്റ് ദ ക്രാക്ക് ഓഫ് ഡോൺ ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ് എഹെഡ് ഓഫ് ടൈം. എഹെഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ടൈമിനും വളരെ നേരത്തെ. ഹി ഓൾവേസ് അറൈവ്സ് എഹെഡ് ഓഫ് ടൈം ബിഫോർ ആൻ എക്സാം. ഒരു എക്സാമിന് മുൻപ് അവൻ എപ്പോഴും വളരെ നേരത്തെ വരും. ആ എക്സാമിന് മുൻപ് കുറേ നേരത്തെ വരും എന്നാണ് അർത്ഥം. എഹെഡ് ഓഫ് ടൈം. ബിഫോർ ദ റിക്വയർഡ് ടൈം. ബിഹൈൻഡ് ദ ടൈംസ്. ഇവിടെ ശ്രദ്ധിക്കുക, ടൈംസ്, ബിഹൈൻഡ് ദ ടൈംസ്. അതാണ് എക്സ്പ്രഷൻ. സാധാരണ ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ ഒന്നും മനസ്സിലാക്കാനൊന്നും ശ്രമിക്കില്ല. ഇപ്പോൾ ഫോൺ തന്നെ, സ്മാർട്ട് ഫോണാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ചില ആളുകളുണ്ട്, അവർക്കതൊന്നും വേണ്ട, അവർക്ക് ഫ്ലിപ്പ് ഫോൺ തന്നെ മതി. അവർക്കതൊന്നും മനസ്സിലാക്കാനോ അതൊക്കെ ഉപയോഗിക്കാനോ അങ്ങനെ അപ്ഡേറ്റഡ് ആവാനോ ഒന്നും ഇഷ്ടമില്ല. അവരതിന് കംഫർട്ടബിൾ അല്ല. ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇമെയിൽസ് ഒന്നും അയക്കില്ല. അവർ ആക്ച്വൽ ലെറ്റേഴ്സ് തന്നെയാണ് അവർ എഴുതുക. അത്തരത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ദേ ആർ ബിഹൈൻഡ് ദ ടൈംസ് എന്ന് പറയാം. ദേ ആർ ബിഹൈൻഡ് ദ ടൈംസ്. ഔട്ട് ഓഫ് ടൈം. ഔട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇനി ഒട്ടും സമയം ബാക്കിയില്ല, കഴിഞ്ഞു, ടൈമൊക്കെ കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ എക്സാമൊക്കെ എഴുതി ഒരു ലാസ്റ്റ് ബെല്ലടിക്കില്ലേ പേപ്പറൊക്കെ വാങ്ങാനുള്ളത്. അപ്പോൾ ചില കുട്ടികൾ അപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ടീച്ചർ പറയും, നോ, യു ആർ ഔട്ട് ഓഫ് ടൈം. നിങ്ങളുടെ ടൈം കഴിഞ്ഞു, പേപ്പർ ടീച്ചർ വാങ്ങും. യു ആർ ഔട്ട് ഓഫ് ടൈം മീൻസ് യു ഹാവ് നോ ടൈം ലെഫ്റ്റ്. ജസ്റ്റ് ഇൻ ടൈം. ആ വാക്കിൽ, ആ എക്സ്പ്രഷനിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്ങും. ജസ്റ്റ് ഇൻ ടൈം, ആ കൃത്യസമയത്ത് തന്നെ. ഒരു ഫംഗ്ഷൻ 1 o'clock സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു 12:58 ആയപ്പോഴേക്കും അവിടെ എത്തി. കൃത്യം ആ സമയത്ത് തന്നെ, ഒട്ടും ലേറ്റ് ആയിട്ടില്ല. കൃത്യം ആ വേണ്ട സമയത്ത് തന്നെ അവിടെ എത്തി. അതാണ് ജസ്റ്റ് ഇൻ ടൈം. വി അറൈവ്ഡ് ജസ്റ്റ് ഇൻ ടൈം ടു ക്യാച്ച് ദ ഫ്ലൈറ്റ്. ഫ്ലൈറ്റിന് വേണ്ടി കൃത്യസമയത്ത് തന്നെ എത്തി. ജസ്റ്റ് ഇൻ ടൈം, ഒട്ടും ലേറ്റായില്ല. വി അറൈവ്ഡ് ജസ്റ്റ് ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ്. വി അറൈവ്ഡ് ജസ്റ്റ് ഇൻ ടൈം ഫോർ ദി വെഡ്ഡിങ്. അപ്പോൾ വളരെ സംതിങ് ഇമ്പോർട്ടൻ്റ് സംഭവിക്കാനിരിക്കുന്നു, അതിന് മുൻപായിട്ട് തന്നെ എത്തി. അതാണ് ജസ്റ്റ് ഇൻ ടൈം. അപ്പോൾ എഹെഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സമയം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോകുന്നു, അതിന് മുൻപ് തന്നെ എത്തി. എഹെഡ് ഓഫ് ടൈം. ആ റിക്വയർഡ് ടൈം അതിന് മുൻപ് തന്നെ എത്തിയെന്നാണ്. ഔട്ട് ഓഫ് ടൈം. യു ആർ ഔട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിനി ഒട്ടും സമയം ബാക്കിയില്ല, സമയം കഴിഞ്ഞു എന്നാണ്. അറ്റ് ദ ക്രാക്ക് ഓഫ് ഡോൺ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ, വെരി ഏർലി. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യം സമയത്ത്, അപ്പോൾ തന്നെ. ആ സമയം എപ്പോഴാണ് ആ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ തന്നെ. ബിഹൈൻഡ് ദ ടൈംസ് എന്ന് പറഞ്ഞാൽ ഒട്ടും ആ ഒരു പുതിയ ടെക്നോളജി ഒന്നും യൂസ് ചെയ്യാതെ പഴയ ആ കാലത്തിൽ തന്നെ ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അവരെയാണ് ദേ ആർ ബിഹൈൻഡ് ദ ടൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ച ഈ 10 എക്സ്പ്രഷൻസും ഓർമ്മിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മൾ ഇതിനെ പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടി നമുക്ക് തന്നെ പരിചയമുള്ള പല ആളുകളുണ്ടാവും, ഇതുപോലെ ജീവിക്കുന്ന ആളുകൾ. പുതിയ സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കില്ല, പഴയത് തന്നെ ഉപയോഗിക്കുകയുള്ളൂ, എനിക്കിത് തന്നെ മതി എന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾക്ക് ദേ ആർ ബിഹൈൻഡ് ദ ടൈംസ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾക്ക് പരിചയം ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകളുമായി കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ആ ബിഹൈൻഡ് ദ ടൈംസ് ഒരിക്കലും മറക്കില്ല. അതുപോലെ നമ്മൾ ഇന്ന് പഠിച്ച എക്സ്പ്രഷൻസ് ഓരോന്നും നമ്മുടെ ഒരു പ്രീവിയസ് നോളജ് ഉണ്ടല്ലോ പല കാര്യങ്ങളെപ്പറ്റിയും, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരിക്കലും ഈ എക്സ്പ്രഷൻസ് ഒന്നും മറക്കില്ല. ഇനി അടുത്തത് ഒരു ക്വിസ് ആണ്. ആ ഒരു ക്വിസ് കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് പഠിച്ച 10 എക്സ്പ്രഷൻസ് വളരെ വളരെ ഈസിയാവും.
If an elderly couple is not comfortable using the latest technology, we could say they are a little bit behind the times. പ്രായമായ ഒരു കപ്പിൾ, അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരതിനൊന്നും കംഫർട്ടബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് ദേ ആർ ബിഹൈൻഡ് ദ ടൈംസ് എന്ന് പറയാം. If the wedding started at 2 p.m. and you arrived at 1:58 p.m., it means you arrived just in time. വെഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കാണ്, നിങ്ങൾ എത്തിയ സമയം 1:58 p.m. അപ്പോൾ നമുക്ക് അത് പറയാം ലേറ്റ് ആയിട്ടില്ല ഒട്ടും, വളരെ കൃത്യമായ ആ സമയത്ത് തന്നെയാണെന്ന്. അതാണ് ജസ്റ്റ് ഇൻ ടൈം. ഇഫ് യു വോക്ക് അപ്പ് അറ്റ് ദ ക്രാക്ക് ഓഫ് ഡോൺ, it means you got up very early. At the crack of dawn എന്നതിന് വേറെ അതിന് മീനിങ് ആണ് വെരി ഏർലി, വളരെ നേരത്തെ. I think he is giving the presentation right at this very moment. In other words, I think he is giving the presentation as we speak. ഇപ്പോൾ തന്നെ, ഈ സമയത്ത് തന്നെ എന്ന് പറയുന്നതാണ് ആസ് വി സ്പീക്ക്. ചേഞ്ച് ക്യാൻ ഹാപ്പൻ ഇൻസ്റ്റൻ്റ്ലി. ഇൻ അതർ വേർഡ്സ്, ചേഞ്ച് ക്യാൻ ഹാപ്പൻ ഇൻ എ ഹാർട്ട് ബീറ്റ്. പെട്ടെന്ന് തന്നെ, ഇൻസ്റ്റൻ്റ്ലി, ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ പറയുന്ന അതേ മീനിങ് തന്നെയാണ് ഇൻ എ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. മാറ്റങ്ങൾ സംഭവിക്കുന്നത് പെട്ടെന്നാണ്, അതിന് പ്രത്യേകിച്ച് കൂടുതൽ സമയമൊന്നും വേണ്ട. ഇൻ എ ഹാർട്ട് ബീറ്റ്. ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് അറ്റ് 10 a.m. ബട്ട് വി അറൈവ്ഡ് അറ്റ് 9 a.m. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 o'clock-നാണ്, പക്ഷേ നമ്മളവിടെ എത്തിയത് 9 o'clock-നാണ്. അപ്പോൾ വി അറൈവ്ഡ് എഹെഡ് ഓഫ് ടൈം. ശരിക്കും ടൈമിന് കുറച്ച് മുൻപ്, വളരെ നേരത്തെ തന്നെ എത്തുമ്പോഴാണ് എഹെഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. സൂസൻ ഈസ് എ ഡോക്ടർ. സംടൈംസ് ഷീ ഹാസ് ടു ബി അവൈലബിൾ 24 hours a day. So we could say sometimes Susan has to be available around the clock. എല്ലാ സമയത്തും, രാത്രിയോ പകലോ എന്നില്ലാതെ ഏത് സമയത്തും 24 hours a day. അതാണ് എറൗണ്ട് ദ ക്ലോക്ക് എന്ന എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ജോൺ ഡിഡ്ന്റ് സ്റ്റഡി ഫോർ ദ ടെസ്റ്റ് ഇൻ അഡ്വാൻസ് ബട്ട് വെയിറ്റഡ് അണ്ടിൽ ദ നൈറ്റ് ബിഫോർ ദ ടെസ്റ്റ് ടു സ്റ്റഡി, വി കുഡ് സേ ജോൺ സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ് at the 11th hour. ജോൺ ടെസ്റ്റിൻ്റെ തലേ ദിവസം രാത്രി വരെ ഒന്നും പഠിക്കാതിരിക്കും, എന്നാൽ ടെസ്റ്റിന് മുൻപുള്ള ആ ഒരു നൈറ്റിലാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അറ്റ് ദ 11th hour. ഇഫ് യു ആർ ഔട്ട് ഓഫ് ടൈം. ഔട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഹാവ് ലോട്ട്സ് ഓഫ് ടൈം എന്നാണോ? അല്ല. ഹാവ് നോ ടൈം ലെഫ്റ്റ്, ഒട്ടും സമയം ബാക്കിയില്ല. ഹാവ് നോ ടൈം ലെഫ്റ്റ്. If you are working against the clock, you are probably under some stress. Working against the clock എന്ന് പറയുമ്പോൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് സമയം തികയുമോ തികയില്ലേ എന്ന കാര്യത്തിൽ നമ്മൾ വളരെ ടെൻസ്ഡ് ആയിരിക്കും. അപ്പോൾ യു ആർ പ്രോബബ്ലി അണ്ടർ സം സ്ട്രെസ്.